പീരുമേടിന്റെ അനുഗ്രഹാശിസ്സുകളോടെ LDF സ്ഥാനാർത്ഥി കെ സലീംകുമാർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പീരുമേട് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നാട്യമയൂഖം നൃത്തകലാക്ഷേത്രം പാമ്പനാർ. തിരുവാതിര, കൈകൊട്ടിക്കളി, കോൽകളി, തീം ഡാൻസ് എന്നിവയുടെ ഉത്സവ പരിപാടികൾ ആഘോഷമാക്കാൻ നാട്യമയൂഖം നൃത്തകലാക്ഷേത്രം പാമ്പനാർ. മുൻപേ നടന്നവർ പകർന്നു വന്ന വെളിച്ചമാണ് ഞങ്ങളെ നയിക്കുന്നത്. നിങ്ങൾ ജീവനും ജീവിതവും നൽകി നടത്തിയ പോരാട്ടങ്ങൾ ഞങ്ങൾ തുടരും. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഹൃദയത്തിലേറ്റി ഈ നാടിനെ ഞങ്ങൾ മുന്നോട്ട് നയിക്കുമെന്ന് പ്രിയപ്പെട്ട സഖാക്കൾ വാഴൂർ സോമൻ്റെയും SK ആനന്ദിൻ്റെയും KE രാജൻ്റെയും സ്മൃതി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന നടത്തി പ്രതിജ്ഞ ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക രക്തസാക്ഷി കുടുംബങ്ങളുടെയും മൺമറഞ്ഞ പീരുമേടിൻ്റെ പ്രിയ MLA സഖാവ് വാഴൂർ സോമൻ്റെ സഹധർമ്മിണി സിന്ധു സോമനിൽ നിന്നും ഏറ്റുവാങ്ങി. പീരുമേടിൻ്റെ മുൻ MLA ആയിരുന്ന KE രാജൻ്റെ സ്മൃതി കുടീരത്തിൽ നടത്തിയ കുടുംബസംഗമത്തിൽ വെച്ചാണ് ഏറ്റുവാങ്ങിയത്. മക്കളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മണ്ഡലത്തിലെ പ്രധാന നേതാക്കന്മാരും വൻ പ്രവർത്തകരുടെ ജനാവലിയും ഒപ്പമുണ്ടായിരുന്നു. MLA എന്ന നിലയിൽ നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ, വിശേഷിച്ചും പീരുമേടിൻ്റെ ആവശ്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് വിളിച്ച യോഗത്തിൽ പങ്കെടുത്ത് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭാഷണത്തിൽ ഏർപ്പെട്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അനുഭാവപൂർവം നമ്മുടെ ജില്ലയിലെ പൊതുവായ വിഷയങ്ങളും പീരുമേടിൻ്റെ വിഷയങ്ങളും കേൾക്കുകയും ചെയ്ത ശേഷം അത് പരിഹരിക്കുവാൻ വേണ്ടി നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ കാലത്ത് എൻ്റെ നാട്ടിലെയും ജില്ലയിലെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായത് എനിക്ക് കാണാൻ ഉണ്ട്. അതോ വരുന്ന തലമുറയുടെ കാലത്താണോ തീരുന്നത് എന്ന അവസാന വാക്ക് ആ യോഗത്തിൽ പറഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കുഴഞ്ഞു വീഴുന്നതും നമ്മളിൽ നിന്നും വിട്ടു. തെരഞ്ഞെടുപ്പിൽ ഭരണാധികാരി കൂടിയായ പീരുമേട് തഹസിൽദാർ മുമ്പാകെയാണ് ഇന്ന് രാവിലെ 11 മണിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. കോൺഗ്രസ് BJP സ്ഥാനാർത്ഥികൾ തൊട്ടടുത്ത ദിവസം നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കും. 3 മുന്നണി സ്ഥാനാർത്ഥികളും ആയ സ്ഥിതിക്ക് പീരുമേടിന്റെ അംഗം മുറുകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ബ്യൂറോ, പീരുമേട് ലൈവ്.